സത്യം പറയില്ല എന്നെ ഭയങ്കരമായിട്ട് ഇപ്പൊ പെമ്പിള്ളേരിക്ക് എന്റെ അടുത്തൊരു ഇതുണ്ടാട്ടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, അവളെങ്ങാനും ഇനി എന്റെ മുന്നിൽ വന്നാണ്ടല്ലോ സത്യമായിട്ട് ഞാൻ അടിച്ചു കൊല്ലേ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. അവിടെ അതിനുശേഷം എലിയായിട്ട് ഒരു സീനായി. എന്താ അവള് എന്ത് സീനായി? വേറെന്തോ പ്രശ്നം. എന്താ എലിയടുത്ത് എന്താ പറഞ്ഞേ? അല്ല മറ്റേ കേക്ക് എന്ന് പറഞ്ഞ പുള്ളി ഉണ്ടല്ലോ, കേക്ക്, അങ്ങേരുടെ അടുത്ത് ഇവള് ഇഷ്ടമാണെന്ന് വന്ന് പറഞ്ഞു ഈ സൈല. അപ്പൊ ദേവക്കുട്ടിക്ക് അത് അറിയായിരുന്നു. കേക്ക് ദേവക്കുട്ടിയോട് പറഞ്ഞു. എന്ത് ബന്ധം? ഒരു ബന്ധമില്ല, ഒരു ഫ്രണ്ട്സാ. ചന്ദ്ര സിറ്റിയിൽ എല്ലാവർക്കും ബന്ധങ്ങളായിരിക്കുമല്ലോ. ഫ്രണ്ട്ഷിപ്പിനെയൊക്കെ ഇങ്ങനെയാണ് കാണുന്നത്. ട്രസ്റ്റ് ആയിട്ട് നിന്റെ കൂടെ നിൽക്കുന്ന ലോകത്തിൽ ഈ സിറ്റിയിൽ ഞാൻ മാത്രം ഉണ്ടാവും കേട്ടാ. അവള് എലിയോട് വന്ന് ചോദിക്കുക, എന്താ പെണ്ണില്ലാത്തവർക്ക് പെണ്ണ് സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് വിളിച്ചു പറഞ്ഞ അവള് കേക്കയുടെ കൂടെ വണ്ടി കയറി പാവം കൊച്ചാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അതാരാ പറഞ്ഞത്? നമ്മുടെ കൂടെ നിൽക്കുന്നവര് സംസാരിക്കുന്നതിന് എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്കല്ലെങ്കിൽ അവളെ കണ്ണെടുത്താ കണ്ടുകൂടല്ലോ അവളെ. ഓരോരുത്തകളെ മറ്റേ ഫ്രണ്ട്സ് ആക്കി വെച്ചേക്കും, എന്നിട്ട് അവൾമാരെ വായിരിക്കുന്നത് ഞാൻ കേൾക്കണം. എന്തിന്? എനിക്ക് ആരുടെ കമ്പനി ഇരിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ മുരടിച്ച് എന്നെ കെട്ടാനും വയ്യ. എന്നെ ഇങ്ങനെ ഒരു മുരടനായിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കണം. മുരടിച്ച് ഞാൻ പോട്ട് ചാവട്ടെ, ആർക്കും വേണ്ട, ഞാനങ്ങ് പോട്ടെ, ഞാനങ്ങ് തീരട്ടെ, ഞാനങ്ങ് തീരട്ടെ, ഞാനങ്ങ് ഇൻഷുറൻസ് എല്ലാം തുടങ്ങിയിട്ട് പോണേ. നമുക്ക് ഇങ്ങനെ ജീവിക്കാം. ഞാൻ ജീവിപ്പിക്കാൻ എന്താ എന്താ വണ്ടി നിറങ്ങി നിന്റെ അടിനാവി അടിച്ച് കറക്കുന്നു കേട്ടാ. ഒലാങ്ക കുട്ടന്റെ മോനെ, നീ ആ ഒലാങ്ക കുട്ടന്റെ മോനല്ലടാ, നീ തെണ്ടി, നീ എന്റെ മോനല്ല, അത് നിന്റെ കള്ളത്തണ്ടാ. 4x4 ആണ്. അപ്പാക്ക് എത്ര കാറുണ്ട് ചോദിക്കണം, അതെല്ലാം നമുക്ക്. സൂര്യയുടെ എത്ര കാറുണ്ടെന്ന് ഗസ് ചെയ്തേ. സൂര്യൻ എത്ര കാറുണ്ടോ? സൂര്യൻ എടാ നമുക്ക് വിൽക്കാം. പകുതി വിൽക്കാം. എടാ പകുതി കൊണ്ട് വിൽക്കാം. ഇത്ര വണ്ടി ആവശ്യം. അതിൽ 20 വണ്ടി എനിക്കാ. എടുക്കട്ടെ. ഞാൻ ബൈക്ക് എടുക്കാം. ഒന്ന് കൊടുത്തില്ല. ആര് ചാവാൻ? എടി സിറ്റിയിലെ ഒണ്ണാനുള്ളി പ്രോ. അതെ, ഞാനൊരു കാര്യം പറയട്ടാ. ഞാൻ ഇനി സിറ്റിയിൽ ചെറിയ കളിയല്ല കളിക്കാൻ പോണേ. ഞാൻ ഇനി സിറ്റിയിൽ വലിയ കളിയാണ് കളിക്കാൻ പോണേ. എന്നെ ചിലപ്പോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം ഈ ഒരു യുദ്ധത്തിൽ. ചിലപ്പോ എന്താ അതല്ല, നീ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ ചിന്തിക്കല്ലേ. ഞാൻ പറഞ്ഞതല്ല, ഈ ഒരു യുദ്ധത്തിൽ ചിലപ്പോൾ എന്നെ നഷ്ടപ്പെട്ടു പോയേക്കാം നിങ്ങൾക്ക്. പക്ഷേ ഞാനിത് എൻ്റെ പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള എൻ്റെ അവസാന വഴിയാണ്. അതുക്കും മേലെടാ, അതുക്കും മേലെ. ചന്ദ്രബോസ് എന്ന് കേട്ടാലേ இந்த നാട് നടുങ്ങും. പുറിഞ്ചിതാ എടാ, മുതുക്കി പോയിട്ട് 4 പേര്. അതെ എടാ ഈ സിറ്റിയിൽ എന്നെ അറിയാത്ത ഒരാൾ പോലും കാണത്തില്ല, മനസ്സിലായ? കാണിച്ചു തരാം ഞാൻ. നിന്റെ ഈ പുച്ചോക്ക ഉണ്ടല്ല, നിന്റെ ഈ പുച്ചോക്ക ഇല്ലേ, നിന്റെ ഈ പുച്ചോക്ക അങ്ങ് മാറും. നീ ഒന്ന് വെയിറ്റ് ചെയ് കേട്ടാ. നിന്റെ പുച്ചോക്ക ഞാൻ മാറ്റി തരാം. ഞാൻ ഒരു പെൺഡ്രൈവ് വാങ്ങിച്ചാൽ തീരുള്ള പ്രശ്നം.
എന്ത് എന്താ പുച്ചോന്ന പുച്ഛം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലായ്ക്കറായന് വേറൊരു അർത്ഥം തിമിരി. അതെ, എനിക്ക് റോബറി ചെയ്യാനുള്ള മൂടാണ്. റോബറിയിലുണ്ടോ നമുക്ക്? ഓപ്പൺ മാർക്കറ്റ് കോമ്പാക്ട് ലിസ്റ്റിൽ വേണം ഒരു ബ്ലൈഡ് വാങ്ങിച്ചു വെക്കാം. കുത്തി തുരക്കാരന് അടുത്ത ന്യൂസിൽ എന്റെ ഫോട്ടോ വരാൻ ടൈമായി. ഡ്യൂറബിലിറ്റി 86. അതേത് കണക്കിൽ 86 ഡ്യൂറബിലിറ്റിയോ? അല്ല அப்ப இங்க பாருப்பா, ராபரி வேணும்னா அது யூஎஸ்பி வாங்கணும், அதுக்கு பிளாக் மார்க்கெட் போகணும், அதுக்கு பிளாக் மணி வேணும். ஒரு 10 lakhs மதி. யூஎஸ்பி வாங்கிட்டா போதும். அப்புறம் லாக் பிக் வாங்கிக்கணும், ஒரு 5 லாக் வேணும் லாக் பிக். ഇതിന് ബ്ലാക്ക് ഇതുണ്ടോ? ബ്ലാക്ക് ഉണ്ടോ? அம்மாயிட்டு இருக்கு. അതിന് ബ്ലാക്ക് ഉണ്ടോ? அப்ப என்கிட்ட இருக்கு, வா போலாம். ബ്ലാക്ക് എവിടെ നിന്ന് കിട്ടി എനക്ക്? அம்மா ஒரு 20 lakhs சேஃப்டிக்காக வச்சிருக்கோம். സേഫ്റ്റിക്കാக ബ്ലാക്ക് മണി നിനക്ക് എതുക്ക്? കള്ളൻ. എങ്ക പോണം മാർക്ക് പണ്ണ്. മധുര സാബ്ഗുരി ബാങ്ക്. അങ്ങനെ ബാങ്ക് അടച്ചു പോയില്ലേ കള്ളന്റെ? സാബ്ഗുരി ബാങ്ക് അല്ലേ മോളില്? എന്ന് അങ്ങനെ ബാങ്കും സാമ്രാജ്യമൊക്കെ എന്ന് അടച്ചു പോവും കള്ളൻ? എനിക്ക് അങ്ങനെ വെറും കള്ളനാ. വെറും കള്ളൻ പറഞ്ഞ കാട്ടുകള്ളൻ. ബാങ്കിൽ ഇട്ടില്ലെങ്കിൽ കത്തി പോകത്തില്ല കാശ്. എവിടെ സാബുവിന്റെ ബാങ്ക്? എവിടെ? ഇത് എവിടെ ഇത്? അയ്യോ, ഇത് സിയോൺ സിറ്റി അല്ലേ? ഇത് സിയോണിൽ പോണോ നമ്മള്? കോമഡിക്ക് ரொம்ப ഫാൻസ്. എന്താ ഞാൻ ഈ തിരിതിരിക്കാൻ തുടങ്ങിട്ടെ കാലം കുറെ മനസ്സിലായ. ഇപ്പൊ നോക്കി ഒരു இந்த மாதிரி കോർണർ എങ്കേലും പാത്തിருக்கா? എന്താ ഒരുമിച്ച് കിടക്കുന്നേ? എനിക്ക് കൂടെ കിടക്കാനല്ല ഇഷ്ടം. ഒപ്പം നടക്കാനാണ് ഇഷ്ടം. കണ്ണാനക്കണ്ണേ കണ്ണാനക്കണ്ണേ എന്നിത് സോയോ. പേടിക്കട്ടെ. ഇപ്പോൾ ഇതൊക്കെ സഹജമാണ്. നമ്മുടെ ചെറിയ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അബദ്ധങ്ങൾ പറ്റാറുണ്ട്. ഈ ചെറിയ ചെറിയ അബദ്ധങ്ങളിൽ നിന്നാണ് നമ്മൾ വലിയ അബദ്ധങ്ങൾ ഈ ചെറിയ ചെറിയ അബദ്ധങ്ങളിൽ നിന്നാണ് നമ്മൾ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അലീനൊക്കെ ആ വാഗീറിയുള്ള കിടപ്പ് കണ്ടോ? സൂര്യ കണ്ണൊക്കെ തുറന്ന് മിഴിച്ച് കിടക്കുന്നു. കഞ്ചാവാണവൻ കണ്ണൊക്കെ. എടാ നീ എൻ്റെ മോനാണ്, അത് അതിശയം എൻ്റെ മോനാണ്. അതിൻ്റെ തല മാത്രം എന്താ വലുത്? ഒരുത്തന്നെ റോഡിൽ ചായ കുടിച്ചോണ്ടിരിക്കുന്ന ലേവനെ പിടിയേ. ഇവിടെ എവിടെയെങ്കിലും ചായ കുടിച്ചോണ്ട് ലേവനെ നിൽക്കും. ഒന്നും നോക്കണ്ട. ചെന്നൈയിൽ ഒരു അടിയും കൊടുക്കണം, വലിച്ചു കയറണം വണ്ടിയിൽ കേട്ടോ. നിന്റെ കൂടെ ഉള്ളത് ഒരു ഗ്യാങ്സ്റ്റർ ആണ്. ഗ്യാങ്സ്റ്റർ മനസ്സിലായില്ലേ? മോൺസ്റ്റർ. തനിയായിരുന്നാലും ഏൻ വഴി തനി വഴി ഏൻ വഴി തനി വഴി. പെയ്ഡ് ഹോസ്റ്റേജ് ഒന്നും ഞാൻ എടുക്കൂല. ചന്ദ്രബോസ് എടുക്കൂല പെയ്ഡ് ഹോസ്റ്റേജ്. ഇവിടെ ആരെങ്കിലും കാണും കേട്ടാ. ഈ വഴി പോയി കഴിഞ്ഞാൽ ആരെങ്കിലും കിട്ടും. ആരില്ല. ഒസാമയ്ക്ക് പിടിച്ചല്ല എന്നെ തേറി നമ്മുടെ പയ്യെ.
മനപ്പൂർവ്വം അത് പോസ്റ്റി കൊണ്ടൊക്കെ ഇടിക്കുന്നുണ്ടോടാ. ആരടിച്ച് അടങ്ങ് ഇവിടെ ആരെങ്കിലും കാണും നല്ല സൊള്ളിയൊക്കെ നിൽക്കും ചിലപ്പോ. இங்கெல்லாம் யாரும் இருக்க மாட்டாங்க ஐயே അമ്മേടാ എനിക്കറിയാം കേട്ടാ എന്നെ അങ്ങ് പഠിപ്പിച്ചല്ലേ എന്നെ അങ്ങ്. சரிப்பா ഇയാളെ പിടി. ആരവൻ തെന്നിത്തെറിച്ചങ്ങ് പോണ കേട്ടാ. നമ്മുടെ കൂടലോസയുണ്ട്. ആര്? അലീന സൂര്യനെ എടുക്കാൻ പറ്റത്തില്ല. வேணா வளரணும்னு சொல்லுப்பா வளர നീ വളർന്നിട്ട് വേണോ? ഒരു 2 വയസ്സൂടെ കൂടിയിട്ട് വാ. ഡേയ് പിങ്കത്തൊപ്പി. മറ്റേ ലോറേനെ പിടിച്ചോണ്ടല്ലോ. എനിക്ക് അതിനും വലിയ ലോറ ഇല്ല കേട്ടാ. ഈ കൊച്ചാരെന്നറിയോ ബാക്കില്? ആരെ? ജുഗ്രുവിന്റെ കൊച്ച് പ്രഗ്നന്റ്. മോളെ ഗ്യാസ് ആണോ? ഹലോ ഹലോ ബോസിന്റെ ബോസേ നിങ്ങളുടെ ബ്രദറിന്റെ കുട്ടിയാന്നേ. ஹலோ பாப்பா കൊച്ചിനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. பாப்பா ஃபுட் சாப்பிட்டியா பாப்பா ഒരു സെക്കൻഡ് ഇപ്പൊ വരാം. പാപ്പ സാപ്പിട്ട് ഞാൻ തിന്നു. പാപ്പാക്കും കിട്ടി. ശരി ശരി. ഹലോ ഹലോ கார் எடுப்பா കൊച്ചിന്റെ അടുത്ത് എടി ഇത് ഗ്യാസ് എന്തോണ്? ഇല്ല അതിന് നമ്മൾ സമ്മതിക്കൂല. ഇല്ല ഇത് ഗ്യാസാ. ഞാൻ സമ്മതിക്കൂലല്ല. എന്റെ ഉയരോട്ടിരിക്കാൻ പോയി നടക്കൂലേ ഇതൊന്നും. ഞാൻ ചാകണോ അതിനൊക്കെ കേട്ടാ. வண்டி 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 சேவ் பண்ணுமா ഞാൻ ചാകണോ അതിന്. யார் அது അതിനെപ്പറ്റി എനിക്ക് കാര്യമായിട്ട് സംസാരിക്കണം കേട്ടോ. എനിക്ക് അതിനെപ്പറ്റി കാര്യമായിട്ട് സംസാരിക്കണം. அப்ப இவட எடுக்க முடியாது ஃபியூல் கேன் எடுக்க முடியாது ബോസണാ ഏബലേ அதுக்கு தான் சொல்லி கொடுத்தேன் സൂപ്പറാ ബോസണാ. ആ വണ്ടി കയറും സന്നദ്ധ പോയിട്ട്. ആ ഹലോ ഒരു മിനിറ്റ് ബോസണാ ഞാൻ അവിടെ ഇപ്പൊ ആ അല്ലെങ്കിൽ ഏബല നീ വിടുന്നില്ല നമ്മൾ പോയിട്ട് ഓക്കെ നീ വേറെ എന്തെങ്കിലും തൽപരനായിട്ടിരിക്കാന്ന് മനസ്സിലായി. அப்பா ஏன்னா அந்த ப்ளூ ஆரோ கேக்கட்டுமா அவன் எனக்கு தெரிஞ்சு வந்தா ஆஸ்டேஜ் പ്രഗ്നന്റ് തിരിഞ്ഞാരും വേണ്ട. തിരിഞ്ഞാരും വേണ്ട. തിരിയാത്ത ആളെ തന്നെ എനിക്ക് വേണം. എനിക്ക് ഒരേ നിർബന്ധമായിട്ട്. அப்ப நான் மாஸ்க் போட்டுக்கறேன் நீங்க எல்லாம் மாஸ்க் ഹെൽമെറ്റ് വേണോ? എടാ ഇത് വെടിയപ്പിൽ തീരോ? വെടിയപ്പിലാണോ അതോ? வெடி வைக்க கூடாதுப்பா அவங்க டீசர் வச்சிருப்பாங்க அவங்க கிட்ட வந்து டிமாண்ட்ஸ்ல கரெக்ட்டா கேட்கணும். ഡിമാൻഡ്സ് എന്തെന്നൊക്കെ നീ ഒന്ന് പറയണം. ഞാൻ കേട്ട് പഠിച്ചോളാം. ഞാൻ കുറച്ച് ഫീൽ ഔട്ടാ. പിടിക്കാം என்னன்னா ஃபர்ஸ்ட் ஆஃப் ஆல் ഇതൊന്നും എനിക്ക് പേടിയൊന്നുമില്ല കേട്ടാ. வெஹிக்கிள் ஏறுற வரைக்கும் எனக்கு 30 செகண்ட்ஸ் வந்து இது கூட சொல்லு. എന്ത്? உங்க வெஹிக்கிள் ஏறுறதுக்குள்ள அவங்க டெஸ்ட் செய்யணும். ஓகேவா? ഷോപ്പ് ആരെങ്കിലും കാണും. എനിക്ക് അവിടെ പോയി ഹെൽമെറ്റ് ഇടാലോ. அப்புறம் ரோட் பிளாக்ஸ் எது இருக்க கூடாதுன்னு சொல்லு. റോഡ് ബോക്സ് ചെയ്ത് ഇരിക്കக்கூடாது. റോഡ് ബോക്സ് ചെയ്ത് റോഡ് ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്പൈക്ക് അങ്ങനെ സാധനങ്ങളല്ലേ? அது വേറെ அதுக்கப்புறம் ஸ்டேஜ் வந்து அதுக்கு வண்டிக்கு ஏறும்போது எங்களை டேஸ்ட் செய்யக்கூடாதுன்னு சொல்லு. ஸ்டேஜ் லீவ் செய்துட்டு நாங்கள் வண்டிக்கு ஏறும்போது டேஸ்ட் செய்யக்கூடாது. அது 30 செகண்ட்ஸ். Rambo bro, thank you for the membership. Thank you so much. Thanks a lot. Thank you so much, brother. ഹെൽമെറ്റ് ഇട്ടിട്ട് ഫൈറ്റ് ഇല്ലല്ലോ. പിന്നെ ഇതിന് ഹെൽമെറ്റ് ഇടണേ. அம்மா ஹெல்மெட் எடுமா. ஹெல்மெட் சேஃப்டிக்கு இட்டுக்கோமா. ஏன்னா திறக்கல இருக்கண்டா பின்ன விழிக்கிறான் பாருங்க. ஏத்தா எது ഇതെങ്ങനെ ഉണ്ടല്ലേ മാസ്ക് ഒന്ന്? ആ ഡ്രസ്സിന്റെ കൂടെ മാസ്ക് ഇല്ലായിരുന്നു. അതാ അതല്ല ഇതെന്താ? അത് തന്നെയാ. ആണോ? ഇത് കൊള്ളാലോ. இது நல்லா இருக்கு டிஃபரண்டா மூஞ்சி மாதிரி. ഒന്ന് നോക്കട്ടെ. നിന്റെ കള്ളത്തന്തേരെ മൂഞ്ചിടാ പന്ന പോലെയടി. വെട്ടി കളിക്കൊണ്ടാവനെ. கேட்டு போടാ ஹாஸ்டேஜ் பா. റോളിനോട് വരാണ്. അയ്യോ സോറി ബ്രോ.
എന്താ ബ്രോ വിഷയമാണോ അവിടെ? അല്ല ബ്രോ, നമ്മളൊരു ഷോയ്ക്ക് ഫാഷൻ ഷോയ്ക്ക് പോട്ടെ. ഒരു കിടില ഐഡിയ ഉണ്ട്. ഇവിടെ നിൽക്കാം, പമ്പിൽ പെട്രോൾ അടിക്കാൻ ആരെങ്കിലും വരും, നേരെ തൂക്കാം. എന്നടാ ഈ സമയത്തിൽ ആരും വരമാട്ടാங்க இந்த பம்புக்கு. ഞാൻ കാണിച്ചു തരാം, നീ വെയിറ്റ്. ஓகே. இப்ப கரெக்ட்டா மணி வந்து 11:53. சாரி 10:53. எவ்வளவு நேரம் பாப்போம்? എടാ 5 മിനിറ്റ് ഇവിടെ ഒരാൾ വന്നിരിക്കും. 5 മിനിറ്റ്. ஓகே பாப்பா. உனக்காக நான் சொல்றேன் 11 o'clock வரைக்கும் வெயிட் செய்யலாம். പോടായിരുന്നു. വരൂലേ? വരും. വരാതോടൊപ്പം ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പറ. ഇത് മതി. രാധയ്ക്ക് ഇങ്ങനെ ചന്ദ്രു എന്നിങ്ങനെ വിളിച്ചോണ്ടിരിക്കണോ എപ്പോഴും? പാത്തിയാടാ ഉണ്ടൈ പാത്തിയാ? எப்படி வரேன்னு பார்க்கலாம். வாடா வாடா செல்லம் வா. போடா அப்படி போடா. இங்கே எதுக்குடா வர? ஐயே. பேர். போய்டா. அது என்ன பார்த்து பயந்து போயிட்டேன் நினைக்கிறேன். அதெல்லாம் இல்லப்பா, வரணும் உள்ள. வந்துட்டு போயிட்டான் தெருவுல. സൂര്യ നീ ഡ്രസ്സ് മാറ്റാൻ പറ്റുമോ? അമ്മയുടെ ഡ്രസ്സ് ഇട്ടോ വേണമെങ്കിൽ, എനിക്കതാണ് ഇഷ്ടം കുറച്ചുകൂടി കാണാൻ നിന്നെ. അമ്മയുടെ ഫോട്ടോ ഡ്രസ്സ് ഇട്ടോ. அம்மா போட்டோவா? இல்லப்பா, அது போட்டு பேக் வந்துரும். என் பேர் தெரியாது பின்னாடி. போஸ் இந்த பாரு. இந்த போஸ் இல்லாத போயிடும். போய். 2 മിനിറ്റിലായുള്ളൂ. 2 മിനിറ്റ് 1 മിനിറ്റിലായുള്ളൂ. 1 മിനിറ്റ് പോലും ആയില്ല. இன்னும் 5 மினிட் தான் பாருங்க. ഇത്ര പെത്തറ്റിക്കാണ് നമ്മുടെ അവസ്ഥ. அப்பா இன்னொரு விஷயம். പറ. black mafia பசங்களே யாரும் வரக்கூடாது. ഇല്ല അവര് വരത്തില്ല. ஓகே. இல்ல ചിലപ്പോ அவங்க பெட்ரோல் அடிக்க வருவாங்கல்ல. பெட்ரோல் ஃபியூல் கரெக்ட்டா இருக்கானே. மாமா ஒரு விஷயம் சேலஞ்ச் உண்டு. அப்பா பம்புக்கு யார் வராங்களோ அவங்க தான் அப்பா கிட்னாப் செய்யுமா. அது 11 o'clock குள்ள. എന്താ ഇത്? ഹലോ സെമ്മ സൗണ്ട് അല്ല സെമ്മ. ഇത് അടിച്ചു പോയി. ബ്രോഡ്കാസ്റ്റ് വീഡിയോ ബ്രോഡ്കാസ്റ്റ് അടിച്ചു പോയി. ഓക്കെ അലീന, നമുക്കെന്നാ നാളെ ചെയ്താലോ ഈ റോബറി? ഇതാണ് ഇത്ര നേരം ആലോചിച്ചത്. ഓക്കെ இல்லப்பா 4 மினிட் இருக்குப்பா. 4 மினிட். 4 மினிட் இருக்குப்பா. അല്ല கார் வருதுப்பா. ഇല്ല, പുറത്ത് ടർസ്റ്റൊക്കെ ഉണ്ട്. പോയിട്ടോ. அப்ப தோத்துட்டியா? തോത്തിട്ടില്ല. നാളെ വരും. ഈ സമയം ഞാൻ റോബറി ചെയ്യും. ഇവിടെ നിന്ന് ഹോസ്റ്റേജ് എടുക്കും. ഇവിടെ തന്നെ ഇറങ്ങാം സൂര്യ. നാളെ ഇവിടെ തന്നെ വരാവേ. ഓക്കെ, എന്നാ ഇവിടെ നിന്ന് എഫ്ഐ അടിച്ചോ. ബൈ. കാണിച്ചേരാടാ. എന്തോ പ്രശ്നം തളിയാ? ഗതി മാറ്റാൻ ആ ഒരു അഡ്വാൻറ്റേജ് MRCക്ക് കിട്ടുമോ അല്ലെങ്കിൽ KVക്ക് കിട്ടുമോ? KVയുടെ കയ്യിലാണ് അഡ്വാൻറ്റേജ് ഇരിക്കുന്നത്. MRCക്ക് സോണിൽ വരാൻ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. എല്ലാ ആംഗിളിലും പ്ലേയേഴ്സ് ഉണ്ട്. സോണിൽ സാധിക്കില്ല. KVക്ക് സോൺ ഔട്ട്
എടാ സ്ലോട്ടിന്റെ കാര്യമൊക്കെ ഡ്രീമറാണ് തീരുമാനിക്കുന്ന അളിയാ. നീ ഡ്രീമറിനെ ഒന്ന് സംസാരിച്ചൊന്ന് ഇതാക്കണേ. അളിയാ ഈ ടർഫ് അളിയാ ഈകളെ എനിക്ക് ടർഫൊക്കെ കാണുമ്പോ എപ്പോഴും ഗോകുൽ ഓർമ്മ വരും. പണ്ട് ഗോകുൽ സെർവർ ഉണ്ടാക്കിയിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് ടർഫിന്റെ അല്ലേ അളിയാ അച്ഛനില്ലെന്ന് കേൾക്കുമ്പോ ഞാൻ എനിക്ക് നിന്നെ ഓർമ്മ മാച്ചിങ്ങില്ല അല്ല മാച്ചിങ്ങില്ല പോരാ എടാ ഡ്രീമറെ ഒരു സെർവർ ഉണ്ടാക്കി ടോപ്പിൽ കൊണ്ടുവന്നിട്ട് അത് ദാനം എഴുതി കൊടുത്തിട്ട് ആ വഴിക്ക് പോയി നേരെ പോയി KFC ജോലിക്ക് കയറി. എന്തൊരു പയ്യനല്ലേ എനിക്ക് അങ്ങ് ദാനധർമ്മിയാ. മനസ്സിനുടമയാ. അവൻ സെർവർ കൊടുത്ത് MRC കൊടുത്ത് MRC കൊടുത്ത് എല്ലാം എഴുതി കൊടുത്ത് എല്ലാം അവനെ കൊടുക്കും ഇടയ്ക്ക് അവർക്കൊന്ന് ചോദിക്കണം. അളിയാ ഇതൊന്നും പോരാണ്ട് ഇവൻ തന്നെ ഇവനെ കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് അറിയാമോ? മുണ്ടോക്കി കാണിച്ച് പുതിയൊരു സൗണ്ട് ഷിഫ്റ്റ് വന്നിരിക്കുകയാണ് ഗൈസ്. ഇത് ഈ മാറാൻ കാരണം മാച്ച് പോകുന്നത് മെഗാമാളിന്റെ ഏരിയയിലോട്ടാണ്. മെഗാമാൾ കിട്ടുന്നവരാണ് ഈ മാച്ച് ജയിക്കാൻ പോകുന്നത്. അത് വളരെ നമ്മൾ എന്തോ ഊമ്പിച്ചിട്ടുണ്ട് ഈ കമന്ററി വേണം പയ്യെ. കാരണം ഇങ്ങനെയാണ് സോൺ വന്നിരിക്കുന്നത്. MRC എളുപ്പമല്ല. ബട്ട് അവരങ്ങനെ കേറി ഈ മാച്ച് എടുക്കുകയാണെങ്കിൽ അതൊരു അടിപൊളി സിനാരിയോ. ഞാൻ ഒരു അഴുക്കായിട്ട് പറഞ്ഞല്ലേ ചേർത്തേട്ടാ പോകും. അല്ലളയാണ് ഡ്രീമറെ സത്യം പറഞ്ഞോണ്ടല്ലോ. നിനക്ക് ഈയിടെയായിട്ട് എന്തോ ഉണ്ട് നിനക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിന്റെ സംസാരം ഫുള്ള് റോങ് ആണ് തന്നെ. പിന്നെ ഏട്ടാ എന്റെ സംസാരം റോങ് ഉള്ളൂ, എന്റെ മനസ്സ് ഫുള്ള് ക്ലിയർ ആണ്. ഓക്കെ, ഈ ഒരു ആംഗിളോട്ട് കെവിയുടെ കൂടുതൽ പ്ലേയേഴ്സ് എത്തിയിട്ടുണ്ട്. 5 പ്ലേയേഴ്സ് ഈ ആംഗിൾ ചാർലിക്ക് വേണമെങ്കിൽ എന്റെ പൊന്നു ജോക്കി, ഈ ടർഫൊക്കെ കളിച്ചു നോക്കിയാലേ അതിന്റെ പ്രഷർ മനസ്സിലാവത്തുള്ളൂ ജോക്കി. അവർക്കൊരു കോള് അവർക്കൊരു ഇതുണ്ടാവുമല്ലോ ജോക്കി. കളിക്കാത്ത ദിവസം ഉണ്ടല്ലോ, കളിക്കുന്ന നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അറിയാമോ ജോക്കി, ഇതൊക്കെ വെട്ടിക്കൊണ്ട് പോയി ജോക്കി കേക്കണേ. ഞാൻ കേക്കൂല ഇത്, എനിക്ക് വയ്യേ. എടാ ഞാൻ എന്തുവാടാ ഒരു സാധനം പറഞ്ഞപ്പോ പുള്ളി ലോസ്റ്റ് ആണോ? ജോക്കി, ഇതൊക്കെ ആരെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും? അതാ എന്റെ ചോദ്യം. ഇതൊക്കെ ആരെ മനസ്സിലാക്കാൻ പറ്റും? ഞാൻ ഒരു 10 പുഷപ്പ് അടിക്കട്ടെ അളിയാ. MRCയുടെ 19 മിനിറ്റോടെ ബാക്കി. 19 മിനിറ്റ്. അതേപോലെ തന്നെ ഇനി 2 സോൺ ഉണ്ടോ? ഇനി ഒരു ലാസ്റ്റ് MRC അലൻ സക്കായി സെബാസ്റ്റ്യൻ ആൻഡ് CK MRC ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലി അല്ലയോടാ. ഞാൻ സോണിൽ കയറാൻ ഒരു അഡ്വാൻറ്റേജ് പോലും MRC നമുക്ക് ഇപ്പോൾ കറന്റ് ചാർലി എന്ന് ഓൾറെഡി ചെറിയ ടർഫാണ് ഇത്. അതിന്റെ കൂടെ ഈ ഗെയിം കളി